ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ സ്മാർട്ട് വാച്ചാണ്. ബോൾട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോൾട്ട് ഡൈവ് പ്രസ് എന്ന് പറഞ്ഞ വാച്ചാണ്. വളരെ അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നൊരു വാച്ചാണ്. വെറും 1799 രൂപയാണ് ഈ സ്മാർട്ട് വാച്ചിൻ്റെ വില. ഡൈവ് പ്ലസ് എന്നാണ് പേര്. ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, അതേപോലെ അപ് ടു 7 days ഓഫ് ബാറ്ററി ലൈഫ് ഉണ്ട്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതേപോലെ നമുക്ക് എല്ലാ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും സ്റ്റെപ്സ് ട്രാക്കിങ്ങും അങ്ങനത്തെ SpO2 മെഷർമെൻറ്റ് അങ്ങനത്തെ ഹെൽത്ത് ട്രാക്കിങ്ങും ഫിറ്റ്നസ് ട്രാക്കിങ്ങും എല്ലാം തന്നെ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിനകത്ത് ആപ്പ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ ഡൈവ് പ്ലസ് എന്ന് പറഞ്ഞ വാച്ച്. ലൈക്ക് നെവർ ബിഫോർ എന്ന് എഴുതിയതാണ്. അപ്പോൾ അവിടെ സ്പെക്സ് ചെയ്തിട്ടുണ്ട് 1.85 inches TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, ഹെൽത്ത് മോണിറ്ററിംഗ് 1 year വാറൻറ്റി ഇൻക്ലൂഡഡ് ആണ്. ഇത് അവൈലബിൾ ആവുന്നത് 1799 രൂപയ്ക്കാണ്. ഇതാണ് ബോക്സ് പാക്കേജ്. ബോക്സിനകത്ത് വരുന്നത് വാച്ചും ചാർജറും മാനുവലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വാച്ച് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ബോൾട്ടിൻ്റെ ഡൈവ് പ്ലസ് എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് നോക്കാം. ഡിസൈനിൽ കാര്യമായൊരു പുതുമയൊന്നുമില്ല, എങ്കിലും നമുക്കൊരു സ്ക്വയറിഷ് കൈൻഡ് ഓഫ് ലേ ഔട്ടാണ്. കർവ്ഡ് എഡ്ജസ് ആണ്, ഒരു ബട്ടൺ കാണാം, നാവിഗേറ്റ് ചെയ്യാനുള്ള ബട്ടനാണ്. ഇൻഫാക്റ്റ് നമുക്കിത് പവർ ഓൺ പവർ ഓഫ് ചെയ്യാൻ നാവിഗേറ്റ് അല്ല. അതേപോലെ നമുക്കിവിടെ ഒരു നല്ല സ്ട്രാപ്പാണ് വരുന്നത്, നല്ലൊരു ക്വാളിറ്റി സ്ട്രാപ്പാണ്. എന്താ പറയുക, സിലിക്കോൺ ബാൻഡാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു മെറ്റൽ ക്ലിപ്പാണ് വരുന്നത്. ഇവിടെ ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാം. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. അതേപോലെ നമുക്കിത് റിമൂവബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ വേറെ സ്ട്രാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബാക്കിൽ നമുക്ക് സെൻസേഴ്സാണ്, ഹാർട്ട് റേറ്റ് സെൻസറും ബാക്കി SpO2 സെൻസറാണ്. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മോൾ കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ് വാച്ച് വരുന്നത്. ഡയലാണെങ്കിലും കുറച്ചൊരു കോമ്പാക്റ്റ്, ചെറിയ കൈയൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് കെട്ടാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ സൈസില്ല, അപ്പോൾ കുറച്ച് ചെറിയ ഹാൻഡ്സിനായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായ ലുക്ക് വരുന്നത്. ബോൾട്ടിൻ്റെ ബ്രാൻഡിങ്ങും ഇവിടെ കാണാം. അപ്പോൾ നല്ല ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം തന്നെ നല്ലതാണ്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 1.85 inches TFT ഡിസ്പ്ലേയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് ഒന്നുമല്ല, എങ്കിലും നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ്. അതേപോലെ ടച്ച് റെസ്പോൺസും നല്ലതായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്താൽ ലെഫ്റ്റും സ്വൈപ്പ് ചെയ്താൽ ക്യുക്ക് ടോഗിൾസ് കാണാം. അതേപോലെ നമുക്ക് മുകളിലും സ്വൈപ്പ് ചെയ്താലും സെറ്റിങ്സിലെ ടോഗിൾസ് കാണാം. താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്സ് എല്ലാം കാണാം, ആക്ടിവിറ്റി ഡേറ്റ, ഫോൺ ഡേറ്റ, അങ്ങനെ എല്ലാ ആപ്സും കാണാം. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് നല്ല ടച്ച് റെസ്പോൺസ് ആണ്. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ബ്രൈറ്റ് ആണ് ഡിസ്പ്ലേ. നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് നമുക്ക് ഇൻക്രീസും ചെയ്യാവുന്നതാണ്. ഇതുണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രൈറ്റ്നസ് മാക്സ് ബ്രൈറ്റ്നസ്സിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസും ചെയ്യാവുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി കുഴപ്പമില്ല, എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ആമോലെഡ് അല്ല, അപ്പോൾ അത്രയും ഒരു വൈബ്രൻറ്റ് കളേഴ്സ് അല്ലെങ്കിലും നല്ലൊരു കളർഫുൾ ഡിസ്പ്ലേ ഈ പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ടി ബോൾട്ടിന് തരാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. ഇനി സോഫ്റ്റ്വെയറിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം വാച്ചുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ മുകളിൽ നമുക്ക് ക്വിക്ക് ടോഗിൾസ് കാണാം, താഴെ നിന്ന് ആപ്പ് ഡ്രോവറാണ്, നമുക്ക് ആക്ടിവിറ്റി ഡേറ്റ ആണ്, ഫോൺ കാണാം. അപ്പോൾ കോളിംഗ് ഞാൻ കാണിച്ചു തരാം. സ്ലീപ്പ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, BP, SpO2, എക്സസൈസ്. ഈ BP ഒന്നും ഒരിക്കലും വാച്ചിൽ ആക്യുറേറ്റ് ആയിരിക്കില്ല, അപ്പോൾ അത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത് നമുക്കൊരു മെഡിക്കൽ ഗ്രേഡ് ഡെഫിനറ്റ്ലി വേണം. പിന്നെ എക്സസൈസ് ഡേറ്റ, വെതർ ഇൻഫർമേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചായിട്ട് സ്മാർട്ട് ഫോണായിട്ട് പെയർ ചെയ്ത് നമുക്ക് വെതർ ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. അതേപോലെ നമുക്ക് മെസ്സേജസ്, AI ഇൻഫർമേഷൻ, AI വോയിസ് അസിസ്റ്റൻറ്റ്, നമ്മുടെ ഫോണിലെ AI ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറ ഷട്ടർ ബട്ടൺ, അത് റിമോട്ട് ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. ടൈമർ, പിന്നെ ബ്രീത്ത് എക്സസൈസ്, അലാംസ്, മ്യൂസിക് കൺട്രോൾ, സ്റ്റോപ്പ് വാച്ച്, ഫ്ലാഷ് ലൈറ്റ്, ഫൈൻഡ് മൈ ഫോൺ, അതേപോലെ എല്ലാ ഓപ്ഷൻസ് കാണാം. പിന്നെ ഡിസ്പ്ലേനകത്ത് നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, വാച്ച് ഫേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് വാച്ച് ഫേസ് നമുക്ക് ഇവിടെ പ്രീസെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് ആപ്പ് വഴി ചേഞ്ചും ചെയ്യാവുന്നതാണ്. പിന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെസ്സേജ്, ഡയലർ എല്ലാം കാണാം. അപ്പോൾ ഓവറോൾ നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു UI എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഇത് നമുക്ക് ഡയൽ പാഡ് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ കസ്റ്റമർ കെയർ നമ്പർ ഒന്ന് ഡയൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. We have exciting recharge plans for you and details have been sent on SMS just now. Just click on the link to know plan details and to recharge. Please note, ആക്ച്വലി ഇതിൻ്റെ മൈക്ക് പെർഫോമൻസ് കുഴപ്പമില്ല. ഇവിടെയാണ് മൈക്രോഫോൺ വരുന്നത്. താഴെ സ്പീക്കർ ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. 1800 രൂപയ്ക്കുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്. നല്ല ലൗഡാണ്. അപ്പോൾ കുറച്ചൊരു നോയ്സി കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്ക് കേൾക്കും. പക്ഷേ ഒരുപാട് നോയ്സിലാകുമ്പോൾ ഒരുപാട് ഹൈ വോളിയത്തിലാകുമ്പോൾ ചെറുതായിട്ടൊരു പതർച്ച കേൾക്കാൻ ഇവിടെ. എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആണെന്ന് പറയാം, നല്ല ലൗഡാണ്. അപ്പോൾ നമുക്ക് കോൾ വിളിക്കാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ക്രൗഡഡ് നോയ്സി കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ കേൾക്കാൻ ചാൻസ്
ചാൻസ് ഇല്ല, എങ്കിലും നല്ല ലൗഡായ ഒരു സ്പീക്കറാണ് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കോൾ എടുക്കാം, കോൾ റിസീവ് ചെയ്യാം. മൈക്ക് പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു നല്ല ബ്ലൂടൂത്ത് വാച്ചാണ് ഇതിനെ പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്സ് ട്രാക്കിംഗ് എനിക്കൊന്നും കുഴപ്പമില്ല, ഒരു എബോവ് 90% ആക്യുറസി ലെവൽസ് ഒക്കെ ഉണ്ട്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിന് നമുക്ക് ഭയങ്കര ആക്യുറസി ഒബ്വിയസ്ലി കിട്ടില്ല. അപ്പോൾ ഒരു 1800 രൂപേൻ്റെ ഒരു ആക്യുറസി ലെവൽസ് ഒക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് SpO2 മെഷർമെൻറ്റും BP ഒന്നും ഒരിക്കലും ഇതിന് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയില്ല, കാരണം ഇത് മെഡിക്കൽ ഗ്രേഡ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് വാല്യൂ ആയിട്ട് എടുത്താൽ മതി, ഇത് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. സ്റ്റെപ്സ് ട്രാക്കിങ്ങും ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ പിന്നെയും കുഴപ്പമില്ല, അത്യാവശ്യം ആക്യുറസി ലെവൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നല്ല ഒരു ഫീച്ചർ സെറ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിന് വേണ്ട ഒരു നല്ല ഫീച്ചർ സെറ്റാണ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ് ടു 7 days ഓഫ് ബാറ്ററി ലൈഫ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പ്രോബ്ലി അത്ര കിട്ടില്ല, ഒരു 4-5 days ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് യൂസേജ് ആണെങ്കിൽ പ്രോബ്ലി ഒരു 5-6 days ഒക്കെ ഈസിലി നമുക്ക് ബാറ്ററി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ആഴ്ചയൊക്കെ കഷ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ ഡൈ പ്ലസ് വാച്ച്. അപ്പോൾ ഇതിനകത്ത് സ്മാർട്ട് വാച്ചിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അപ് ടു 15 minutes ചാർജ് ചെയ്താൽ 2 ദിവസത്തെ ബാറ്ററി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് 15 minutes വളരെ ക്വിക്കായിട്ട് ചാർജ് ചെയ്ത് 2 ദിവസത്തേക്കുള്ള ബാറ്ററി ഇതിനകത്ത് കിട്ടും. അത് ഫാസ്റ്റ് ചാർജിങ് ആണ്, ആ സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ ഡൈ പ്ലസ് വാച്ച്. ഇനി ഇതിനകത്തൊരു ആപ്പും കൂടിയുണ്ട്, ഞാൻ ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ആപ്പും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് വാച്ചിൻ്റെ ആപ്പ്. നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അതേപോലെ നമ്മൾ വാച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാം. ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. നമുക്ക് മോർ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്, കസ്റ്റം വാച്ച് ഫേസസ് ആണ്, എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഫോൺ നോട്ടിഫിക്കേഷൻ വേണം, ഏതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വേണം, അലാംസ്, ഷട്ടർ, ഇത് അതേപോലെ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്, നമ്മൾ റെഗുലർലി കാണുന്ന ആപ്പൊക്കെ തന്നെയാണ്. വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ ഫീച്ചർ സെറ്റും ആപ്പിലും അവൈലബിൾ ആണ്. ബോൾട്ടിൻ്റെ ഫിറ്റ്നസ് ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കോളിംഗ്, ഫോണിൽ വരുന്ന എല്ലാ കോൾസും നമുക്ക് ഇവിടെയും കിട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ്ലി ഡയലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ബോൾട്ടിൻ്റെ ഡൈ പ്ലസ് സ്മാർട്ട് വാച്ച്. ഇതിൻ്റെ വില 1799 രൂപ. എനിക്ക് തോന്നുന്നു ഈ വിലയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു വാച്ചായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ലൈഫും നല്ലൊരു ബ്ലൂടൂത്ത് കോളിംഗ് ആണ്. കാരണം ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിൽ പൊതുവേ സ്പീക്കർ അത്ര നല്ലതാവാറില്ല. ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസും നല്ലതാണ്. ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാച്ചാണ് ബോൾട്ടിൻ്റെ ഡൈ പ്ലസ്. ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഇത് ബ്ലാക്ക് ആണ് ഫുള്ള്, അതേപോലെ ഒരു ലെതർ സ്ട്രാപ്പ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളർ സ്ട്രാപ്പ് ഉണ്ട്. അങ്ങനെ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതുവഴി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ബോൾട്ട് ഡൈ പ്ലസിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.